കേരളത്തിലെ ക്യാമ്പസുകളിലെ ഇടിമുറികൾ കൈകാര്യം ചെയ്യുന്ന SFIക്കെതിരെയും അതിന് ചുക്കാൻ പിടിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെയും ആഞ്ഞടിക്കുകയാണ് മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ. സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി പൂക്കോട് വെറ്ററിനറി കോളേജിന്റെ ഇടിമുറിയിൽ ഞെരിഞ്ഞമർന്ന് കഴിഞ്ഞു ഒരു വർഷമായിട്ടും ഇപ്പോഴും അവിടുത്തെ SFIയുടെ പൂണ്ട് വിളയാട്ടത്തിനെതിരെയാണ് ആഞ്ഞടിക്കുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. സർ, നമ്മുടെ ചെറുപ്പക്കാരിൽ കൗമാരക്കാരിൽ ശക്തിപ്പെട്ടു വരുന്ന ആക്രമണോത്സുകതയുടെ വിവിധ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടു. സർ, അവരിലേക്ക് കടന്നു വരുന്ന ലഹരിയുടെ വ്യാപനം, അതുപോലെ തന്നെ പുതിയ തലമുറയുടെ മനോഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ വലിയ ആക്രമണോത്സുകതയ്ക്കും അതുവഴിയുള്ള അരാജകത്വത്തിനും കാരണമായിട്ടുണ്ട് എന്നും നമ്മൾ വിലയിരുത്തപ്പെടുകയുണ്ടായി. സർ, ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർ, ക്യാമ്പസുകളിൽ റാഗിംഗ് എന്ന പേരിൽ വലിയ പൈശാചികത അരങ്ങേറുകയാണ്. സർ, ഈ റാഗിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന സംഹാര താണ്ഡവമാണ് അക്രമങ്ങളിലൂടെ നമ്മൾ ഓരോ ക്യാമ്പസുകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഒരു കുട്ടി റാഗിങ്ങിന് വിധേയനായത്. എന്ത് റാഗിംഗ് ആയിരുന്നു സർ അത്? ഒരു കുട്ടിയെ കട്ടിലിൽ കെട്ടിയിട്ട് സഹപാഠികൾ കോമ്പസ് കൊണ്ട് ആ കുട്ടിയെ ക്രൂരമായി വരച്ച് അതിലേക്ക് എരിവ് പകരാൻ ലോഷൻ ഒഴിച്ച്, സ്വാഭാവികമായും പച്ച മാംസത്തിൽ ലോഷൻ തട്ടുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോമ്പസ് കൊണ്ട് വരക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ ആ കുട്ടി ആർത്ത് കരയുമ്പോൾ സർ, ഇത് ചെയ്യുന്ന സഹപാഠികൾ ആർത്ത് ചിരിക്കുകയാണ്. അവന്റെ കരച്ചിൽ കേട്ടിട്ട് സഹപാഠികൾ ആർത്ത് ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കോട്ടയത്ത് കണ്ടത്. സർ, ഈ സംഭവം കോട്ടയത്ത് നടക്കുമ്പോൾ അതിന്റെ കൃത്യം ഒരു കൊല്ലം മുമ്പാണ്, ഒരാണ്ട് തികഞ്ഞ സംഭവമായിരുന്നു പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഉണ്ടായത്. സർ, ലോകത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച സംഭവമാണിത്. സഹപാഠികളുടെ റാഗിംഗ് കൊണ്ട്, ക്രൂരത കൊണ്ട് ഒരു കുട്ടി കൊല്ലപ്പെട്ട സംഭവമായിരുന്നു. സർ, അതിന്റെ 1ാം വാർഷികമായിരുന്നു. അവിടെയും സർ പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിലുണ്ടായ അലംഭാവം, പ്രതികളെ സഹായിക്കുന്ന സമീപനം, ഒരു വിദ്യാർത്ഥി സംഘടന എടുത്ത ചില ആ പ്രതികൾക്ക് വേണ്ടി എടുത്ത താല്പര്യം, ഇതൊക്കെ സർ നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഒന്ന്, ആ കുട്ടി മരണപ്പെട്ടിട്ട് ഒരാണ്ട് തികയുമ്പോൾ ആ സർവകലാശാല ക്യാമ്പസിൽ ഒരു അനുശോചനമോ ഒരു അനുസ്മരണമോ പോലും ഉണ്ടായില്ല. സർ, അവിടെ വേറെ ആക്സിഡന്റിൽ മരിച്ച ഒരു കുട്ടി ആ സമയത്തുണ്ടായിരുന്നു. ആ കുട്ടിക്ക് വേണ്ടി അനുസ്മരണ യോഗം ആ ക്യാമ്പസിൽ നടന്നു. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കൂടെ പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു പോയപ്പോൾ അതിനെ ഓർക്കാൻ ആ ക്യാമ്പസിന് സാധിച്ചു. എന്തേ സിദ്ധാർത്ഥനെ ഓർക്കാൻ കഴിയാതെ പോയത്? സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ടും ആ കുട്ടിയെ ക്രൂശിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി, കലാശാലയിലുണ്ടായി, പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായി. സാർ, ഒരു കൊല്ലം കഴിഞ്ഞു പോയിട്ടും ഒരു നോവായി, ഒരു ദുഃഖമായി ഈ കേരളത്തിന്റെ മുമ്പിൽ അവശേഷിക്കുകയാണ് സിദ്ധാർത്ഥൻ. പക്ഷെ ഒന്ന് അനുസ്മരിക്കാൻ പോലും ആ ക്യാമ്പസിലെ കുട്ടികൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വേറെ ചില പ്രതിസന്ധികളായിരുന്നു, വേറെ ചിലരുടെ എതിർപ്പായിരുന്നു സർ ആ ഒരു അനുസ്മരണത്തിന് പോലും കഴിയാതെ പോയത്. സർ, ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടു, കാര്യവട്ടം ക്യാമ്പസിൽ സീനിയർ കുട്ടികൾ മറ്റ് ജൂനിയർ കുട്ടികളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. പച്ചക്ക് സർ, ഇവിടെ 7 മിനിറ്റ് കഴിഞ്ഞിട്ടാ ഇത് പോയത്. ഒന്ന് പറയട്ടെ. പച്ചവെള്ളത്തിൽ തുപ്പിയിട്ട് പരസ്യമായിട്ട് അത് കുടിക്കാൻ പറയാണ് സാർ. കാര്യവട്ടം ക്യാമ്പസിൽ സംഭവിച്ചതാണ് സാർ. ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്കിവിടെ ഒരു റാഗിംഗ് നിരോധന നിയമമുണ്ട്, അതിന് വേണ്ടത്ര മൂർച്ചയില്ല. അതുകൊണ്ടാണ് സാർ. അപ്പൊ അതുകൊണ്ട് ആ റാഗിംഗ് നിരോധന നിയമത്തിൽ ഇന്നെല്ലാം ബെയിലബിൾ ആണ്. 2 കൊല്ലത്തെ ശിക്ഷയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ സൈബർ ആക്രമണങ്ങൾ ആ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. ഒരു ഭീഷണിയോ അതുപോലുള്ള സമ്മർദ്ദങ്ങളോ സൈബർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് വരുന്നില്ല. അത് വരണം. ഇങ്ങനെ അതുപോലെ തന്നെ ആകെ ഇത്രയും കാലമായിട്ട് റാഗിംഗ് നിയമത്തിന്റെ കീഴിൽ കൺവിക്ഷൻ റേറ്റ്, ശിക്ഷിക്കപ്പെട്ടത് ഒരേ ഒരു കേസാണ്. അത് മാനഭംഗപ്പെടുത്തിയ ഒരു കേസിൽ മാത്രമാണ് ശിക്ഷ ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും അല്ല, ഒറ്റ കാര്യം കൂടി സർ. അപ്പോ അതുകൊണ്ട് റാഗിംഗ് ആക്ട് ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം. ജിഷ്ണു പ്രണോയി സംഭവം ഉണ്ടായപ്പോ മറുപടി പറയാൻ ഗവൺമെന്റ് വെച്ച
കെ ദിനേശൻ കമ്മീഷൻ ഉണ്ട്, ജുഡീഷ്യൽ കമ്മീഷൻ. ബഹുമാനപ്പെട്ട അതിന്റെ ശുപാർശകൾ ഉന്നത വിദ്യാഭ്യാസ ഗവൺമെന്റ് മന്ത്രി, നടപ്പാക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട